നമസ്കാരം. ഐസിയുവിൽ നിന്ന് മന്ത്രി വീണ ജോർജിനെ കാണാതായി എന്ന് പരിഹസിച്ച് കെഎസ്യു. ഇന്ന് രാവിലെ വീണ ജോർജിനെ ഡിസ്ചാർജ് ചെയ്തതിനു പിന്നാലെയാണ് പരിഹാസവുമായി കെഎസ്യു രംഗത്ത് വന്നത്. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ കെഎസ്യു പ്രതിഷേധവും തുടർന്നുണ്ടായ പരിക്കും വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്കും ദുരൂഹതകളിലേക്കും നീങ്ങുന്നു. മന്ത്രിയുടെ കഴുത്തിന് ആയുധം കൊണ്ട് പരിക്കേൽപ്പിച്ചുവെന്നും വധിക്കാൻ ശ്രമിച്ചുവെന്നും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കെ മന്ത്രിക്ക് മർദ്ദനമേൽക്കുകയോ സുരക്ഷാ വീഴ്ച സംഭവിക്കുകയോ ചെയ്തിട്ടില്ലെന്ന പോലീസിന്റെ പുതിയ റിപ്പോർട്ട് സർക്കാരിനെയും CPMനെയും പ്രതിരോധത്തിലാക്കി. ഉത്തരമേഖല DIGക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും നൽകിയ വിശദീകരണത്തിലാണ് പോലീസ് നിലപാട് വ്യക്തമാക്കിയത്. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചതായും അതിൽ മന്ത്രിയെ ആരെങ്കിലും മർദ്ദിക്കുന്നതായോ ആയുധം ഉപയോഗിക്കുന്നതായോ ദൃശ്യങ്ങളിലില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മറിച്ച് മന്ത്രി സമരക്കാർക്കെതിരെ തിരിഞ്ഞപ്പോൾ പോലീസുകാർ അനുനയിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപിക അടക്കമുള്ള പത്രങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതോടെ എഫ്ഐആറും പോലീസ് റിപ്പോർട്ടും തമ്മിലെ വൈരുദ്ധ്യം ചർച്ചയാവുകയാണ്. എഫ്ഐആർ പ്രകാരം KSU പ്രവർത്തകർ മാരകായുധങ്ങളുമായി പ്ലാറ്റ്ഫോമിൽ അതിക്രമിച്ചു കയറി കൊല്ലട അവളെ എന്ന് ആക്രോശിച്ച് മന്ത്രിയുടെ കഴുത്തിൽ ആയുധം കൊണ്ട് പരിക്കേൽപ്പിച്ചു. 5 പേർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. സമരക്കാർ മന്ത്രിയുടെ അരികിലേക്ക് എത്തിയിട്ടില്ല. മർദ്ദനമേറ്റതിനോ സുരക്ഷാ വീഴ്ച ഉണ്ടായതിനോ തെളിവുകളില്ല. കനത്ത പോലീസ് വലയത്തിലായിരുന്നു മന്ത്രി. ഈ വൈരുദ്ധ്യം നിലനിൽക്കുമ്പോൾ തന്നെ മന്ത്രിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചതും കഴുത്തുവേദനയെ തുടർന്ന് വിദേശത്തു നിന്നുള്ള വിദഗ്ധരുടെ വരെ നിർദ്ദേശങ്ങൾ തേടിയതും എങ്ങനെയെന്ന ചോദ്യം ഉയരുന്നു. സമരക്കാർ തൊട്ടിട്ടില്ലെങ്കിൽ മന്ത്രിക്ക് എങ്ങനെ കഴുത്തുവേദനയും അസ്വസ്ഥതയും ഉണ്ടായി എന്നതാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം. ഉന്തും തള്ളിനുമിടയിൽ പോലീസുകാരുടെ തന്നെ കൈമുട്ട് മന്ത്രിയുടെ കഴുത്തിൽ തട്ടിയതാകാം വേദനയ്ക്ക് കാരണമെന്ന സൂചനകളും നേരത്തെ ചർച്ചയായിരുന്നു. അതേസമയം മന്ത്രിയുടേത് വെറും അഭിനയമാണെന്ന ആരോപണങ്ങളുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഫോൺ കോളിന് ശേഷമാണ് മന്ത്രിക്ക് കഴുത്തുവേദന അനുഭവപ്പെട്ടതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പരിഹാസം. എന്നാൽ മന്ത്രിയെ വധിക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമാണ് CPM നിലപാട്. പോലീസ് റിപ്പോർട്ടിലെ പുതിയ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ കേസിന്റെ ഗതി തന്നെ മാറ്റിയേക്കും. കോടതി ഇക്കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാട് നിർണായകമായി തീരുകയും ചെയ്യും. അതേസമയം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ദീർഘദൂര യാത്രയ്ക്ക് അനുവദിച്ചതിൽ ആരോഗ്യവകുപ്പിന് വീഴ്ച സംഭവിച്ചതായി പരാതി. തൃശൂർ പടിയം വില്ലേജ് സ്വദേശി അശ്വിൻ ആലപ്പുഴയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത്. കഴുത്തിന് പരിക്കേറ്റു എന്ന് പറയപ്പെടുന്ന മന്ത്രിയെ ICUവിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ഉടൻ യാതൊരുവിധ മെഡിക്കൽ സുരക്ഷാ മുൻകരുതലുകളും പാലിക്കാതെ ഔദ്യോഗിക വാഹനത്തിൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യാൻ അനുവദിച്ചത് ഗുരുതരമായ അനാസ്ഥയാണെന്നും പരാതിയിൽ പറയുന്നു.